പേരാമ്പ്ര അനു കൊലപാതകത്തിലെ പ്രതി മുജീബിനെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ 24-ന്. കൊണ്ടോട്ടിയിലെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. മുജീബേ മുജീബേ വന്നോ 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 മുജീബേ ഇറങ്ങിക്കോ വെറുതെ ഇതിന് ചുറ്റും ഞങ്ങളുണ്ട്. പിന്നെ നീ എന്താക്കാൻ അതിന് വന്ന്? ഓട് വിളിച്ച് ഇറങ്ങാൻ നോക്കുന്നു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എപ്പോഴായിരുന്നു ഈ പ്രതിയെ പോലീസ് വളഞ്ഞിട്ട് പിടികൂടിയത്? എങ്ങനെയൊക്കെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ? വേണു, പേരാമ്പ്ര അനു കൊലപാതക കേസിലെ കൊടും ക്രിമിനലായ മുജീബ് റഹ്മാനെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ കൊലപാതകം നടത്തുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം പ്രതി നേരെ പോയത് കൊണ്ടോട്ടിയിലെ വീട്ടിലേക്കായിരുന്നു. അവിടെ എടവണ്ണപ്പാറയിൽ ബൈക്ക് ഉപേക്ഷിച്ച ശേഷം ഒന്നും അറിയാത്ത പോലെ ഇയാൾ വീട്ടിൽ ചെന്ന് ഒളിവിൽ കഴിയുന്നതിനിടെ ശനിയാഴ്ചയാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നത്. അതിസാഹസികമായി കോഴിക്കോട് നിന്നും പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകളായി കൊണ്ടോട്ടിയിൽ എത്തുന്നു. അതിനുശേഷം ഈ മുജീബ് റഹ്മാന്റെ വീട് ഈ പോലീസ് അംഗങ്ങൾ വളയുകയാണ്. മഫ്തിയിലാണ് ഈ പോലീസുകാർ എത്തുന്നത്. യൂണിഫോമിലായിരുന്നില്ല. തുടർന്ന് വീട് വളഞ്ഞ ശേഷം മുജീബിനെ പുറമേ നിന്നും വിളിക്കുകയായിരുന്നു. പോലീസ് പുറത്തെത്തിയതറിഞ്ഞ് മുജീബ് റഹ്മാൻ ഓട് പൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് കടുത്ത ജാഗ്രതയോടുകൂടി പോയതിനാൽ പ്രതിയെ കൃത്യമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ വീട് വളഞ്ഞതോടെ ഈ പ്രതി ഓട് പൊളിച്ച് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. അതുൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്നാണ് പോലീസുകാർ വീടിനുള്ളിലേക്ക് കയറുന്നത്. ആ സമയത്ത് മുജീബിന്റെ ഉമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഈ ഉമ്മ ഈ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്, വാതിൽ ചവിട്ടി പൊളിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രതിയെ കീഴ്പ്പെടുത്താനായി പോലീസുകാർ വാതിൽ ചവിട്ടി പൊളിച്ച ശേഷം അതിനകത്ത് കയറുകയായിരുന്നു. അതിനുശേഷമാണ് മുജീബ് റഹ്മാനെ അതിസാഹസികമായി പിടികൂടുന്നത്. അതിനിടയിൽ ഒരു പോലീസുകാരന്റെ കൈക്ക് വെട്ടേൽക്കുകയും ചെയ്തു. മാരകായുധങ്ങൾ ഉൾപ്പെടെ മുജീബ് റഹ്മാന്റെ വീടിനുള്ളിലെ ഈ റൂമിൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ആയുധം വെച്ച് ഒരു പോലീസുകാരന്റെ കൈക്ക് വെട്ടേൽക്കുന്നത്. ഇതിൽ പോലീസുകാരന് 3 കൈക്ക് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്നാണ് പ്രതിയെ കീഴ്പ്പെടുത്തുന്നത്. ശനിയാഴ്ച വൈകിട്ട് മുജീബ് റഹ്മാന്റെ വീട്ടിലെത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതിന് പിന്നാലെയാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിശദമായി തന്നെ ചോദ്യം ചെയ്ത് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. എന്താണെങ്കിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. കാരണം 55 കേസുകളിലെ പ്രതിയാണ് മുജീബ് റഹ്മാൻ. വ്യക്തമായ നിരീക്ഷണങ്ങളോടുകൂടി മുന്നോട്ട് പോയതിനാൽ മാത്രമാണ് പ്രതിയെ കീഴ്പ്പെടുത്താൻ സാധിച്ചതെന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി തന്നെ പറയുന്നത്. കാരണം മോഷണം, ബലാത്സംഗം ഉൾപ്പെടെ കേസുകളിലെ പ്രതിയാണ്. അതുകൊണ്ട് എങ്ങനെ ഈ കേസുകളിൽ നിന്നും രക്ഷപ്പെടണമെന്നും എങ്ങനെ ഒളിവിൽ കഴിയണമെന്നും സംബന്ധിച്ച് പ്രതിക്ക് കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നു. 100-ലധികം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷമാണ് പ്രതിയിലേക്ക് കൃത്യമായി എത്തിയത്. ഇതിൽ പ്രധാന വെല്ലുവിളിയായി മാറിയത് പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. ഏക സൂചനയായി ലഭിച്ചത് പ്രതി ഉപയോഗിച്ച ബൈക്ക് മാത്രമാണ്. ഈ ബൈക്കിന്റെ ദൃശ്യങ്ങളാണ് ഏതാണ്ട് 100-ലധികം CCTVകളിൽ നിന്നും പോലീസിന് ലഭിച്ചത്. അതിൽ നിന്നുമാണ് പ്രതിയിലേക്ക് കൃത്യമായി സൂചന ലഭിക്കുകയും പ്രതിയിലേക്ക് എത്തുകയും ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇന്നലെയാണ് പ്രതിയെ പേരാമ്പ്രയിൽ എത്തിച്ചത്. നിലവിൽ പ്രതി റിമാൻഡിലാണ്. ഇന്ന് പേരാമ്പ്ര പോലീസ് പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരിക്കും മുജീബ് റഹ്മാനായി നൽകുന്നത്. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ആദ്യഘട്ടത്തിൽ മട്ടന്നൂരിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കാരണം മട്ടന്നൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായാണ് പേരാമ്പ്രയിലെത്തി ഈ കൊലപാതകം നടത്തുന്നത്. അങ്ങനെ തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പേരാമ്പ്ര അനു കൊലപാതകത്തിലെ പ്രതി മുജീബിനെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് 24-ന് ലഭിച്ചത്. കൊണ്ടോട്ടിയിലെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ഒരിക്കൽ കൂടി ദൃശ്യങ്ങളിലേക്ക്. മുജീബേ വന്നോ 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 മുജീബേ ഇറങ്ങിക്കോ വെറുതെ ഇതിന് ചുറ്റും ഞങ്ങളുണ്ട്. പിന്നെ നീ എന്താക്കാൻ അതിന് വന്ന്? ഓട് വിളിച്ച് ഇറങ്ങാൻ നോക്കുന്നു.
പുറത്ത് പോയിക്ക് ഒരു പാര എടുക്ക് മുജീബേ വാതിലേശം പൊളിഞ്ഞു വാതിലേശം പൊളിഞ്ഞു മുജീബേ മുജീബേ മുജീബ് മുജീബേ പുറത്ത് നോക്കാം സാറേ വാതിൽ പൊളിക്കല സാറേ പ്ലീസ് പ്ലീസ് വാതിൽ പൊളിക്കല സാറേ വാതിൽ പൊളിക്കല സാറേ എന്തിനാ സാർ വാതിൽ പൊളിക്കുന്നത് സാറേ വാതിൽ പൊളിക്കുന്നത് അതാ അബ്ബേ അനു കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്.